വാസു വാസു 1991 മുതൽ CPM കാരനാണ്. 40 വർഷമായിട്ട് CPM കാരനാണ് A. പത്മകുമാർ. അപ്പൊ ഇത് CPM ആണെന്നുള്ളതല്ല, CPM ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് CPM-ന്റെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ള നിലയിലേക്കാണ് ഇത് പോകുന്നത്. ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും ദേവസ്വം ആണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് അതിനകത്ത് റോളില്ല എന്നാണല്ലോ മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ദേവസ്വത്തിനൊരു മന്ത്രി? അവിടെ വരുന്ന മൊത്തം ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 300-400 കോടി രൂപയാണ്. ഇത് മുഴുവൻ ഫെയ്ത്ത്, ഭക്തിയുടെ പേരിലാണ് അവിടെ കൊണ്ടുവന്നിരുന്നത്. അത് CPM-കാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വലിയ ഒരു അതിരൂക്ഷമായിട്ടുള്ള പരാതി ഹിന്ദു മതവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് SIT കടക്കുകയാണ്. സർ, ഇപ്പോ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമലയിൽ ഏറ്റവും അടുത്തതായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പത്മകുമാറിനെയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ സൂത്രധാരൻ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അതായത് ഇനി അങ്ങോട്ട് ആ കേസിലേക്ക് ഒരു അന്വേഷണമേ ഇല്ല എന്ന് പറയുന്നു. ഇവിടെ തീർന്നോ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള ആളുകൾ? അതില് നമ്മൾ പ്രധാനമായിട്ട് കണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം എന്ന് പറയുന്നത്, ആ അന്വേഷണത്തിൽ ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഭരണകൂടത്തിന് അതിന്റെ അന്വേഷണത്തിൽ ഒരു സ്വാധീനവും അവർക്ക് ചെലുത്താൻ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിന്റെ ആരംഭം തന്നെ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടതിലൂടെയാണ്. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല. അത് ഇടപെട്ടതിന് ശേഷം കഴിഞ്ഞ ഒരു 1.5-2 മാസത്തോളത്തെ അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒരു 8 ഇടക്കാല ഉത്തരവുകൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ ഉത്തരവുകളിലൂടെയെല്ലാം ഹൈക്കോടതി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് സമയം കളയുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അവരെനിക്കൊന്ന് 6ാമത്തെ ഇടക്കാല ഉത്തരവിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവരൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള കാരണങ്ങൾ എന്തായിരുന്നുള്ളതും അവർ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഒരു സ്ഥലത്തിൽ രൂപീകരിച്ചു. നമ്മൾ കാണണമെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇതുപോലെ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ പല അന്വേഷണത്തിലും കോടതി രൂപീകരിക്കാറുണ്ട്. പക്ഷെ അത് പ്രത്യേക അന്വേഷണ സംഘത്തെ അങ്ങ് രൂപീകരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ചെയ്തത് എന്താണ്? പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ വേണം എന്ന് വരെ പറഞ്ഞു. അങ്ങനെയൊന്നും സാധാരണ കോടതി പറയാറില്ല. മനസ്സിലായോ? ഇനി പറയുകയാണെങ്കിൽ തന്നെ ആ അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥൻ ആരാണെന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം എന്ന് എണ്ണി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കോടതി നിർദ്ദേശിച്ചു. നിർദ്ദേശിച്ചതിന് ശേഷം കോടതി ചെയ്തത് എന്താണ്? അവരെന്താണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ കോടതി അങ്ങ് പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? 8ാമത്തെ ഉത്തരവിൽ, എനിക്കൊന്ന് 7ാമത്തെ ഉത്തരവിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 8ാമത്തെ ഉത്തരവിൽ ഇതൊരു സംഘടിത ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയ്ക്ക് ആണെന്നുള്ളതിന് 9 കാരണങ്ങളുണ്ട് എന്നും കോടതി പറഞ്ഞു. ഉത്തരവിൽ പറഞ്ഞു. മനസ്സിലായോ? ആ ഉത്തരവിലെ കോടതി അവസാനിപ്പിക്കുന്നത് വെച്ചാൽ, ദേവസ്വം ബോർഡ് നിയമപ്രകാരം ദേവസ്വം ബോർഡിന് 3 വിഭാഗങ്ങളോടാണ് ഉത്തരവാദിത്വം. ഒന്ന് ടുവേർഡ്സ് ദ ഡയറ്റി എന്ന് പറഞ്ഞാൽ വിഗ്രഹം, ഭഗവാൻ ആരാധിച്ച. 2 ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ഭക്തൻ. 3 എന്ന് പറയുന്നത് സ്റ്റേറ്റ്, ഭരണകൂടം. ഈ 3 പേരോട് ദേവസ്വം ബോർഡ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചു. 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതി പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു. 3 കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗൂഢാലോചനയിൽ ഒരു ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഇതിലിടപെടാൻ പറ്റില്ല. ഇതില് ദേവസ്വം ബോർഡിന്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തിടപെടും. അപ്പൊ ആ നിലയിൽ ശബരിമലയിൽ നടന്ന കൊള്ള കണ്ടുപിടിച്ചു. കൊള്ള അന്വേഷിക്കാനായിട്ടൊരു SIT വേണം എന്ന് പറഞ്ഞു. ആ SITയിലെ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചു. അവരെന്തൊക്കെയാണ് അവരന്വേഷിക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി പറഞ്ഞങ്ങോട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു അന്വേഷണത്തിൽ അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഇതെല്ലാം കാണിക്കുന്നത് ശബരിമലയിലെ പെരുങ്കൊള്ള കണ്ടുപിടിക്കാനുള്ള
ആർജവും ഇച്ഛാശക്തിയും തങ്ങൾക്കുണ്ട് എന്ന് കോടതി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പെരുങ്കൊള്ളയിൽ ആരൊക്കെയാണ് കൊള്ള നടത്തിയതെന്ന് കണ്ടുപിടിക്കാതെ കോടതി പിന്നോട്ട് പോവില്ല എന്ന അസന്നിഗ്ധമായും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലും കോടതി പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇവിടെ നിന്നോ അവിടെ പോയോ ഇവിടെ പോയോ എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം ഇതിന്റെ അവസാനം കണ്ടിട്ടേ കോടതി പിന്മാറുള്ളൂ. അതിന്റെ തെളിവുകൾ എന്താ? ആദ്യ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ തീരുമെന്ന് പറഞ്ഞു. തീർന്നില്ല. വാസുവിനെ കൊണ്ടുവന്നു. വാസു കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്തു. വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതെല്ലാം ഇല്ല, വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഇപ്പൊ കടകംപള്ളിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഇത് അതിന്റെ എത്തേണ്ടടുത്ത് എത്താതെ ഇത് അവസാനിക്കില്ല. അത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഇത് എത്തി നിൽക്കുന്ന എവിടെയാ? ഇപ്പൊ എത്തി നിൽക്കുന്നതല്ല, ഇപ്പൊ എത്തിയിരിക്കുന്നത് പത്മകുമാർക്ക്. പത്മകുമാർ എന്താ പറഞ്ഞിട്ടുള്ളത്? പത്മകുമാർ കൊടുത്ത മൊഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം പത്മകുമാർ ഇയാളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഇടപാടുള്ള കാര്യങ്ങളല്ല. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ടെന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷെ പത്മകുമാർ കൊടുത്ത മൊഴി എന്താ? പത്മകുമാർ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഇപ്പം ശബരിമലയിൽ നടന്നൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ് സ്വർണം ചെമ്പാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് താൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ അല്ല സമീപിച്ചത്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് സമീപിച്ചത് എന്നാണ് പത്മകുമാർ പറഞ്ഞത്. അത് വളരെ ഇതില് കടകംപള്ളി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മന്ത്രിക്കും ദേവസ്വത്തിന് ഒരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു കാര്യമാണല്ലോ. ഞാനതിലേക്ക് വരാം. അപ്പം പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാനും അയാളും തമ്മിലുള്ളൊരു ഇടപാടല്ല. ഇത് മന്ത്രി ഓഫീസിൽ അയാൾ ബന്ധപ്പെടുകയും മന്ത്രി ഓഫീസിൽ നിന്ന് വന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും ദേവസ്വം ആണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് അതിനകത്ത് റോളില്ല എന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ദേവസ്വത്തിനൊരു മന്ത്രി? ഒന്ന്. രണ്ട്, ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യും എന്ന് കടകംപള്ളി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ദേവസ്വം ബോർഡിനോട് ദേവസ്വം മന്ത്രിക്ക് കാര്യങ്ങൾ ആവശ്യപ്പെടാം. ദേവസ്വം ബോർഡ് ചിലപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിനും മന്ത്രിയുടെ അനുവാദം ചിലപ്പോൾ വാങ്ങിയിരിക്കണമെന്നില്ല. പക്ഷെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണം എന്ന് ദേവസ്വം ബോർഡിനോട് മന്ത്രിക്ക് ആവശ്യപ്പെടാം. അപ്പൊ അതാണ് ഏറ്റവും നിർണായകം. എന്താണ് അതായത് താൻ ചെയ്തു എന്ന് പറയുന്ന ഗൂഢാലോചന താൻ ചെയ്തിട്ടുള്ളത് താൻ സ്വന്തമായിട്ട് ചെയ്തതല്ലെന്നും മറിച്ച് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുമാണ് പത്മകുമാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ മന്ത്രിയുടെ റോള് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഘട്ടം എന്താ? അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഇതുപോലൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം സ്വമേധയാ ചെയ്യുമോ? കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ ഹിന്ദു മതവിഭാഗത്തിന്റെ ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല. എന്താ ശബരിമലയുടെ പ്രത്യേകത? ശബരിമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരാൾ പോയാൽ അയാൾ ഗുരുവായൂരപ്പനായിട്ടല്ല പോകുന്നത്. കാടാമ്പുഴ ഭഗവതി എടുത്ത് ചെല്ലുമ്പോൾ കാടാമ്പുഴ അമ്മയായിട്ടല്ല പോകുന്നത്. പക്ഷെ ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനായിട്ടാണ്, ആ ദൈവമായിട്ടാണ്. മനസ്സിലായത്? എന്നാൽ മാത്രമല്ല 40-41 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. മനസ്സിലായോ? അതായത് അയ്യപ്പന്മാരെ ജനങ്ങളെ സംബന്ധിച്ച്, ഹിന്ദു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാന്തിക ശക്തി പോലെയാണ് ശബരിമല എന്നവർ. അവർ ആ സമയമാകുമ്പോഴത്തേക്ക് അവർ വ്രതം എടുത്തങ്ങ് പോവുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമലയിൽ 98-99 കാലത്ത് മല്യ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാത്ത ആളാണോ പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ? അല്ലല്ലോ. അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. ഇനി പത്മകുമാറിനാണെങ്കിൽ ശബരിമലയായിട്ട് പത്മകുമാറിന്റെ കുടുംബത്തിലൊക്കെ വലിയ ബന്ധം. പത്മകുമാറിന്റെ അമ്മൂമ്മയാണ് ഹരിവരാസൻ എഴുതിയെന്ന് പറയാണ് പത്മകുമാർ പറയും. പത്മകുമാറിന്റെ അച്ഛൻ അവിടുത്തെ എന്തോ കരാറുകാരനൊന്ന് എന്തോ തേങ്ങയുടെ അത്രയും ബന്ധമുള്ളതുകൊണ്ട് അവർക്കത് അറിയാവുന്നു. അങ്ങനെ അറിയാവുന്നവർ, ഇത് സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാവുന്നവർ
ആ സ്വർണം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന സ്വമേധയാ ചെയ്യുമോ? പത്മകുമാർ ഒരിക്കലും ചെയ്യില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ? കടകംപള്ളിയും ഒരിക്കലും അത് ചെയ്യില്ല. അയാളുടെ ലെവലിൽ കടകംപള്ളിയുടെയും മുകളിലേക്ക് അത് പോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത്രയും സുസംഘടിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന വേറൊരു തരത്തിൽ നോക്കിയാലും കടകംപള്ളി ചെയ്യില്ല. കാരണം നാളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കടകംപള്ളിക്ക് രക്ഷപ്പെടണ്ടേ? അപ്പൊ അതുകൊണ്ട് ആ സ്പേസും കൂടി വെച്ചിട്ട് കടകംപള്ളി ചെയ്യും. പിന്നെ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പാർട്ടിയിൽ 25 വർഷം ഉണ്ടായിരുന്ന ആളാണ്. ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു സുസംഘടിതമായിട്ടുള്ള ഗൂഢാലോചന ഒരിക്കലും കടകംപള്ളി ഒറ്റയ്ക്ക് ചെയ്യില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായി വിജയൻ അറിയാതെ ഇതുപോലെ സുസംഘടിതമായൊരു ഗൂഢാലോചന ശബരിമലയിൽ ഒരിക്കലും നടക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ബ്രാഞ്ചിൽ ഒരു സംഭവം നടക്കണേ പോലും പിണറായി വിജയൻ അറിയണം. അതുപോലത്തെ ഒരു ഏകാധിപതിയാണ് പാർട്ടിയിൽ പിണറായി വിജയൻ. അപ്പൊ അങ്ങനെയുള്ള പാർട്ടിയെ തന്റെ കാൽ കീഴിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന പിണറായി വിജയൻ അറിയാതെ ശബരിമല എന്ന് പറയുന്ന ഹിന്ദു മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലെ ശ്രീകോവിലിലെ സ്വർണം എന്താ ചെയ്തിരിക്കുന്നത്? ശ്രീകോവിലിലെ വാതിലെ കെട്ടിടപ്പാളി, ശ്രീകോവിലിലെ ദ്വാരപാലകര്, ശ്രീകോവിലിലെ പീഠം, ഇതൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ശബരിമലയിലെ സന്നിധാനം, അതിന്റെ സാങ്ക്ടം സാങ്ക്ടോറത്തിലെ സ്വർണം ഊരിക്കൊണ്ടു പോകുന്ന ഒരു വലിയ ഗൂഢാലോചന നടക്കണമെങ്കിൽ ആ ഗൂഢാലോചന ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ അറിയാതെ നടക്കില്ല. ഇതിപ്പം നമ്മൾ സംശയം അല്ലെങ്കിൽ സാറിന്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നവരെല്ലാം തന്നെ CPM-കാരാണ് എന്നുള്ളതാണ്. ഇപ്പോ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യയ ശാസ്ത്രത്തിലൊന്നും ഉള്ളതല്ല. എങ്കിൽ പോലും അയ്യപ്പ സംഗമമൊക്കെ നടത്തി 1 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിഷയം പുറത്തു വരുന്നത്. അപ്പോ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെയല്ലേ ഇത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വന്നത് ഈ കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ മൈൻഡ് ആവാനുള്ള പിണറായി വിജയന്റെ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇത് CPM-കാരല്ലേന്ന് ചോദിക്കുന്നത് ആരും അർത്ഥമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം CPM-കാരല്ലേ? പോറ്റി ഒഴിച്ച് മുരാരി ബാബു CPM-ന്റെ നേതാവല്ലേ? പിന്നെ സുധീഷ് കുമാർ CPM-ന്റെ നേതാവല്ലേ? വാസു 1991 മുതൽ CPM-കാരനാണ്. 40 വർഷമായിട്ട് CPM-കാരനാണ് എ പത്മകുമാർ. അപ്പൊ ഇത് CPM ആണെന്നുള്ളതല്ല, CPM ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് CPM-ന്റെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ള നിലയിലേക്കാണ് ഇത് പോകുന്നത്. ഇനി ഇതിൽ ഏറ്റവും വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? 7ാമത്തെ 8ാമത്തെ ഇടക്കാല ഉത്തരവിൽ കോടതി പറഞ്ഞെന്താ? ഇതിന് ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ടെമ്പിൾ ഐഡൽ തീഫ്, അയാളുടെ പ്രവർത്തനവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനവും തമ്മിൽ താരതമ്യമുണ്ട്, അത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു സംശയവും വേണ്ട. ഇതിന് അന്താരാഷ്ട്ര ബന്ധം ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും ഇത് നടക്കില്ല. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു കോടാലിക്കൈയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മനസ്സിലായോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്താമെങ്കിൽ നാളെ പിണറായി വിജയൻ വരെ എത്തുകയില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എത്താതിരിക്കണമെങ്കിൽ ഹൈക്കോടതി ഇതിൽ നിന്ന് പുറകോട്ട് പോകണം. ഹൈക്കോടതിക്ക് ഒരിക്കലും ഇതിനകത്ത് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയാണ് ഇത് ഇവിടെ എത്തിച്ചത് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൈക്കോടതിയുടെ വിശ്വാസ്യത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഹൈക്കോടതി പുറകോട്ട് പോകില്ല. അതുകൊണ്ട് വളരെ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രത്യാഘാതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും ഉണ്ടാകുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്ക് CPM ഈ വിഷയത്തിൽ പോവുകയാണെന്നുള്ളതാണ് അതിന്റെ ഒരു ഇന്ററിമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ കാണും. ഈ പറയുന്നത് പോലെ സാധാരണഗതിയിൽ എന്തെങ്കിലും വിമർശനങ്ങളോ വിവാദങ്ങളോ തെളിവ് സഹിതം പുറത്തു വന്നാൽ പോലും പാർട്ടിയിലുള്ള ആരെയും കൈവിട്ട് നിൽക്കാത്ത ഒരു പാർട്ടിയാണ് CPM. ഏത് സഖാവിനെതിരെയും എന്ത് തരത്തിലുള്ള വിമർശനം വന്നാലും പാർട്ടി കൈവിടാറില്ല. പക്ഷെ ഇവിടെ ഈ അറസ്റ്റിലായവരൊക്കെ ചെറുതായിട്ടൊന്ന് കൈവിടുന്ന ഒരു രീതി കൂടെ ഉണ്ട്. അത് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലാതെ 2 കാര്യമുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പുണ്ട്. 2 ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഒരു 40-45% ഹിന്ദുക്കളാണ്. മനസ്സിലായില്ല? ആ ഹിന്ദുക്കളാണ് CPM-ന്റെ കോർ വോട്ട് ബാങ്കും ഹിന്ദുക്കളാണ്. പക്ഷെ അവരെ ഹിന്ദുക്കളായിട്ടല്ല മൊബിലൈസ് ചെയ്തിരിക്കുന്നത്. ആ ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് ഈ പെരുങ്കൊള്ള ആഴത്തിൽ കടന്നു ചെന്നിട്ടുണ്ട്.
കാരണം എന്താ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ കൊണ്ടു കൊടുക്കുന്ന പണം, രത്നം, വൈരം. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള അയ്യപ്പന്മാർ വന്നിട്ട് അയ്യപ്പാന്നും പറഞ്ഞ് വിളിച്ചിട്ട് 5 പവന്റെ 10 പവന്റെ ഒക്കെ മാല ഊരി എറിയുക. മനസ്സിലായില്ലേ? കർണാടകത്തിൽ അല്ല ആന്ധ്രയിലൊക്കെ പിന്നെ അവിടുത്തെ ഹിന്ദുക്കള് ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് അയ്യപ്പനെ ഒരു ഷെയർ ഹോൾഡർ ആക്കുന്നത്. എനിക്ക് ഇത്ര ലാഭം കിട്ടിയാൽ അതിന്റെ ഇത്ര ശതമാനം അയ്യപ്പനായി. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ തന്ത്രിക്ക് തന്നെ ഒരു വർഷം ഒരു 50 കോടി രൂപയുടെ വരുമാനമുണ്ട്. അവിടെ വരുന്ന മൊത്തം ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 300-400 കോടി രൂപയാണ്. ഇത് മുഴുവൻ ഫെയ്ത്ത്, ഭക്തിയുടെ പേരിലാണ് അവിടെ കൊണ്ടുവന്നിരുന്നത്. അത് CPM-കാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വലിയ പിന്നെ അതിരൂക്ഷമായിട്ടുള്ള പരാതി ഹിന്ദു മതവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? അതിൽ പകച്ചു നിൽക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇതിനെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഞങ്ങൾ അങ്ങനെയാണ്. എന്ത് തന്നെ പറഞ്ഞാലും ഇതിൽ വാസുവും പത്മകുമാറും വന്നതോടുകൂടി അവരുടെ കഥ കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വലിയ ഈ പിന്നെ കുരുക്കിലേക്കാണ് CPM ചെന്ന് പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്.